ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനായ സൃഷ്ടാവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച റിസാല ഉസൂൽ സുന്ന എന്ന ഗ്രന്ഥമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങൾ, ഉസൂലുകൾ, തത്വങ്ങൾ, നിലപാടുകൾ, ഇതാണ് ഈ റിസാലയുടെ ആദ്യത്തെ വരികളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി സുന്നത്തി എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ്. ആ ആസാറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാണ്. ഫിഅല്, ഖൗല്, തഖ്രീർ അദ്ദേഹത്തിന്റെ ജീവിതമാണ്. ആസാറുകളിലൂടെ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. ഖുർആനിന്റെ വിശദീകരണമാണ് സുന്നത്ത്. അത് വഹിയാണ്. അത് ഖുർആനിലേക്കുള്ള ഗൈഡാണ്. ഒരാൾക്ക് സ്വന്തമായി ഖുർആനിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല എന്നും ഖുർആനിന് വിശദീകരണം ആവശ്യമാണ്. ആ വിശദീകരണം അല്ലാഹ് തന്നെ അറിയിച്ചു കൊടുക്കുകയും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ സുന്നത്ത് അത് ഖുർആനിലേക്കുള്ള ഗൈഡാണ്. വലൈസ ഫി സുന്നത്തി ഖിയാസുൻ, ഖിയാസ് എന്നത് സുന്നത്തിലില്ല. അനുവദിക്കപ്പെട്ട ഖിയാസ് ഉണ്ട്, അതല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. പ്രമാണങ്ങളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അതിനെ എതിർക്കാൻ, അതിനെ നിഷേധിക്കാൻ, അതിനെ ഗണ്ഡിക്കാൻ, അതിനെ തള്ളാൻ വേറെ ഖിയാസ് കൊണ്ടുവരിക. അതിന്റെ ഉദാഹരണങ്ങൾ ഹദീസുകളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന് വിശദീകരിച്ചു. വലാ തുളറബു ലഹൽ അംസാൽ, പ്രമാണങ്ങളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അതിനെ തള്ളാൻ ഉപമകളോ ഉദാഹരണങ്ങളോ കൊണ്ടുവരരുത്, ഉണ്ടാക്കരുത്. അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ മനുഷ്യന്റെ ഇച്ഛകൾ കൊണ്ടോ അവന്റെ ബുദ്ധി കൊണ്ടോ അത് പ്രാപിക്കാൻ സാധ്യമല്ല, അത് ഗ്രഹിക്കുക സാധ്യമല്ല, പ്രമാണങ്ങളെ ഗ്രഹിക്കുക സാധ്യമല്ല. വലാ തുദറക്കു ബിൽഖൂലി വലൽ അഹ്വായി. അപ്പൊ അതിന്റെ അപ്പുറത്താണത്. അത് വഹിയിലൂടെ
പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കപ്പെടേണ്ടതാണ്. മനുഷ്യന്റെ ബുദ്ധിക്കോ യുക്തിക്കോ മനുഷ്യന്റെ ഇച്ഛക്കോ അത് പ്രാപിക്കുക സാധ്യമല്ല. ഇന്നമാ ഹുവൽ ഇത്തിബാഉ വ തർക്കുൽ ഹവ. അള്ളാഹുവിന്റെ ദീൻ എന്നത് ഇത്തിബാ ആണ്. വ തർക്കുൽ ഹവ, മനുഷ്യന്റെ ബുദ്ധി, അവന്റെ ഇച്ഛ, അവന്റെ താല്പര്യം, അവന്റെ ഇഷ്ടം, തന്നിഷ്ടം, അതിനെ ഉപേക്ഷിക്കലുമാണ്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വരികളിലൂടെ വിശദീകരിച്ചു പോയിട്ടുള്ളത്. ഇന്ന് മുസ്ലിം ലോകത്തുണ്ടായിട്ടുള്ള അടിസ്ഥാനപരമായ എല്ലാ ഭിന്നിപ്പുകളുടെയും കാരണം ഈ ഉസൂലുകളിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഉസൂലുകളെ പണ്ഡിതന്മാർ പഠിപ്പിച്ച, നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച ഈ ഉസൂലുകൾ അവഗണിച്ചതാണ് ഇന്നത്തെ ഭിന്നിപ്പിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടാൽ നമ്മുടെ ബുദ്ധിയെ മാറ്റിവെക്കുക, അതിനെതിരായി വാദങ്ങൾ ഉന്നയിക്കാതിരിക്കുക. അത് അസ്മാ വസിഫാത്തിന്റെ കാര്യത്തിലാണെങ്കിലും തൗഹീദിന്റെ കാര്യത്തിലാണെങ്കിലും സുന്നത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു പോയിട്ടുണ്ട്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകൾ പറഞ്ഞു. അതില് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ എഴുതി വെക്കേണ്ടത് അഖീദത്തു ത്വഹാവിയ. ആ ഗ്രന്ഥം നമുക്ക് സുപരിചിതമാണ്. അഖീദത്തുൽ വാസിത്തിയ പോലെ തന്നെ ഉസൂലുസ് സുന്നയെ പോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതിൽ പറഞ്ഞൊരു വാചകം കൂടി നമ്മൾ ഹിഫ്ളാക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതിന്റെ മറ്റൊരു വിശദീകരണം. അദ്ദേഹം പറഞ്ഞത് വലാ തസ്ബുത്തു ഖദമുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ഖദം, ഇസ്ലാമാകുന്ന ഖദം നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ സാധ്യമല്ല. വലാ തസ്ബുത്തു ഖദമുൽ ഇസ്ലാം ഇല്ലാ അലാ ലഹരി തസ്ലീമി വൽ ഇസ്തിസ്ലാം. ഇപ്പൊ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, തസ്ലീമും ഇസ്തിസ്ലാമും ഇല്ലാതെ, ലഹ്റ മുതുക് പുറം എന്നൊക്കെ അർത്ഥം, ഇല്ലാ അലാ ലഹരി തസ്ലീമി വൽ ഇസ്തിസ്ലാമി. തസ്ലീമും ഇസ്തിസ്ലാമും ഖുർആനിന്റെ ആയത്താണ്. വയുസല്ലിമു ആയത്ത് മുമ്പ് എഴുതി പോയിട്ടുണ്ട്. ആയത്തിലേക്ക് മടങ്ങാം. വലാ തസ്ബുത്തു ഖദമുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഖദം സ്ഥാപിക്കപ്പെടുകയില്ല, സ്ഥാപിതമാവുകയില്ല. ഇല്ലാ അലാ ലഹരി തസ്ലീമി വൽ ഇസ്തിസ്ലാം. ഉണ്ടോ? ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ വിശദീകരിച്ചതും. ഇല്ലാ അലാ ലഹരി തസ്ലീമി വൽ ഇസ്തിസ്ലാം, തസ്ലീമും ഇസ്തിസ്ലാമും കൊണ്ടല്ലാതെ, അതിന്റെ മുകളിൽ തസ്ലീമും ഇസ്തിസ്ലാമും, എന്താ പൂർണ്ണമായ സമർപ്പണം. എന്താണോ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് ആ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് അംഗീകരിക്കുക, മനസ്സ വാച കർമ്മണ അംഗീകരിക്കുക. അതാണ് തസ്ലീമും ഇസ്തിസ്ലാമും. അതിന് സമാനമായ ഖുർആന്റെ ആയത്തൊക്കെ നമ്മൾ എഴുതി പോയിട്ടുണ്ട്. ഇതിനെ ശറഹു അഖീദത്തു തഹാവിയയില് വിശദീകരിച്ചത് അബുൽ ഇസ് ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്, അതാണ് അതിന്റെ നസ്സ്, വാചകം അതാണ്. അതിന്റെ ഷറഹ് പറഞ്ഞത് ഈ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അത് ഞാനൊന്ന് വായിച്ചു തരാം. അതായത് ലാ യസ്ബുതു ഇസ്ലാം മല്ലം യുസല്ലിം ലി നുസൂസിൽ വഹ്യൈനി, രണ്ട് വഹീകൾക്ക് കീഴ്പ്പെടാതെ ഒരാൾക്ക് മുസ്ലിം ആകാൻ സാധ്യമല്ല. അതായത് രണ്ട് വഹീ നമ്മൾ വിശദീകരിച്ചു, ഏതൊക്കെ? ഖുർആനും സുന്നത്തും. വയൻഖാദു ഇലൈഹ, അതിനെ പൂർണ്ണമായും സമർപ്പിക്കണം, കീഴ്പ്പെടണം. വലാ യഅ്തരിദു അലൈഹ, അതിനോട് എതിരാവരുത്. വലാ യുആരിദുഹ ബിറഈഹി വമഅഖൂലിഹി വഖിയാസിഹി, മറ്റൊരു ഖിയാസ് കൊണ്ടോ സ്വന്തം ഖിയാസ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ റഅയ്, തന്റെ അഭിപ്രായം കൊണ്ടോ അതിനോട് എതിരാവരുത്. രണ്ട് വഹീകൾക്കും പൂർണ്ണമായി കീഴ്പ്പെട്ടോളണം. ആ പ്രമാണങ്ങളിൽ വന്നത് അങ്ങനെ തന്നെ അംഗീകരിക്കുക. എന്നിട്ട് അദ്ദേഹം ഇമാം ബുഖാരി
ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഉദ്ധരിച്ചൊരു വാചകം അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹിഫ്ലാക്കുന്നത് നല്ലതാണ് പഠിക്കുന്ന ആളുകൾക്ക്. നമ്മളെ മുമ്പ് അത് വിശദീകരിച്ചിട്ടുണ്ട്. മിനല്ലാഹി അർ-റിസാല കേട്ടിട്ടുണ്ടാവും. വമിനർ റസൂലി അൽ ബലാഗു വഅലൈന അത്തസ്ലീം. മിനല്ലാഹി അർ-റിസാല ഇത് സുഹരിയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതാണ്. മിനല്ലാഹി അർ-റിസാല വമിനർ റസൂലി അൽ ബലാഗ്. അൽ ബലാഗു ബലാഗ് ഇന്നമാ അലൈക്കൽ ബലാഗ് വഅലൈന അത്തസ്ലീം. പറഞ്ഞ തന്നെ ഇതിന്റെ അർത്ഥം. വഅലൈന അത്തസ്ലീം. മുമ്പ് നമ്മൾ പലതവണ ഉദ്ധരിച്ചതാണ്. ഇത് അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഷറഹില്. മിനല്ലാഹി അർ-റിസാല. മിനല്ലാഹി അർ-റിസാല എന്താ അതിന്റെ അർത്ഥം? റിസാലത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. അത് നമുക്ക് ലഭിച്ചു. വമിനർ റസൂലി അൽ ബലാഗു. അവിടെ പ്രവാചകനുള്ള ബാധ്യത ബലാഗാണ്. എന്താ? ആ സന്ദേശം എത്തിച്ചു തരിക. വഅലൈന അത്തസ്ലീം. വഅലൈന അത്തസ്ലീം. വഅലൈന നമ്മുടെ മേൽ ബാധ്യത അത്തസ്ലീം. തസ്ലീമാകും. ആ പ്രമാണങ്ങളിൽ വന്നത് അംഗീകരിക്കാം. അപ്പൊ അവിടെ നമ്മുടെ റഅയോ നമ്മുടെ അഖലോ നമ്മുടെ ഖിയാസോ കൊണ്ടുവരുത്. റഅയ്യാറിന്റെ അഭിപ്രായം അല്ലെ, എത്ര പറഞ്ഞു കൊടുത്താലും എന്താ പറയും, അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറയും. അല്ലെങ്കിൽ 50 കൊല്ലമായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഹദീസിനെ നിഷേധിക്കും. അല്ലെങ്കിൽ എന്റെ യുക്തിക്ക് അത് യോജിക്കുന്നില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പ്രമാണങ്ങളെ നിഷേധിക്കല്. ഇൻഷാ അല്ലാഹ് അത് ഒന്നുകൂടി വിശദമായിട്ട് അത് വരുന്നുണ്ട്. ഓരോ കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പ്രമാണങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നിഷേധിക്കേണ്ട എന്നർത്ഥം. അതിന് അടുത്ത വരി വാചകം അതാണ്. അത് ഇമാം സുഹരി നിന്നുള്ള റിപ്പോർട്ടാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചത്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. വമിന സുന്നത്തിൽ ലാസിമ അല്ലതി മൻ തറക മിൻഹാ ഖസ്ലതൻ ലം യഖ്ബൽഹാ വയുമിൻ ബിഹാ ലം യകും മിൻ അഹ്ലിഹാ അൽ ഈമാൻ ബിൽ ഖദരി ഖൈരിഹി വശർരിഹി വത്തസ്ദീഖു ബിൽ അഹാദീസ് ഫീഹി വൽ ഈമാൻ ബിഹാ ലാ യുഖാലു ലിമ വലാ കൈഫ്. വമിന സുന്നത്തിൽ ലാസിമ. വമിന സുന്ന എന്താ സുന്നത്തിന്റെ അർത്ഥം? എന്താണ് സുന്നത്ത്? ചെയ്താൽ കൂലുണ്ട്. ആ അർത്ഥത്തിലാ. പിന്നെ ഇസ്ലാം. വമിന സുന്ന സുന്നത്തിൽപ്പെട്ടതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസിന്റെ ആദർശത്തിൽപ്പെട്ടതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽപ്പെട്ടതാണ് വമിന സുന്ന. അല്ലാസിമ എന്താ? ലാസിമ ലാസിം എന്താ? നിർബന്ധമായും അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട സുന്നത്തിൽപ്പെട്ടതാണ്. അതുണ്ടായിരിക്കുക എന്നത് ലാസിമാണ്. ലാബുദ്ദ ലാസിമാണ്. ലാസിം നിർബന്ധമാണ്. വമിന സുന്നത്തിൽ ലാസിമ. അതിന്റെ അർത്ഥം അനിവാര്യമായും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ആദർശത്തിൽപ്പെട്ടതാണ്. ഇനി ആ കാര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് എണ്ണി പറയണ്ട്. അതിന്റെ ലമീർ പോകുന്നത് വമിന സുന്നത്തിൽ ലാസിമതി
അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അങ്ങനെയുള്ളത് വരേണ്ടത്. വമിനസ്സുന്നത്തിൽ ലാസിമ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമായി അനിവാര്യമായും അഹ്ലുസുന്നത്തിന്റെ ആദർശമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. പക്ഷെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അതിനൊന്ന് വിശദീകരിച്ചു. എന്ത്? ലാസിമായും ഉണ്ടാകേണ്ട കാര്യം എന്നതിനെ ഒന്നുകൂടി വിശദീകരിച്ചു വന്നു. അല്ലത്തി, ലാസിമായിട്ടുണ്ടാകണം, നിർബന്ധമായും അഹ്ലുസുന്നത്തിന്റെ ആദർശമായി വരേണ്ടതാണ്, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ ആദർശമായ കാര്യങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം ആ കാര്യങ്ങൾ എങ്ങനെയുള്ള കാര്യങ്ങളാണ്? അല്ലത്തി മൻ തറക്ക മിൻഹ, എന്താ മൻ തറക്ക, ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, മിൻഹ, അതിൽ നിന്നും, ഖസ്ലതൻ, ഖസ്ലത്ത് പറഞ്ഞ ഒരു ഷൈഅൻ, ഒരു കാര്യം എന്നുള്ള അർത്ഥം. ഖസ്ലതൻ വാഹിദത്തൻ എന്നാണ് വരേണ്ടത്. ഏതെങ്കിലും ഒരു കാര്യത്തെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, അദ്ദേഹം അതിനൊന്ന് വിശദീകരിക്കാണ്. നിർബന്ധമായും അഹ്ലുസുന്നത്തിന്റെ ആദർശമായി വരേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. പിന്നെന്താ പറയേണ്ടത്? അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി എന്നാ പറയേണ്ടത്. പക്ഷെ അദ്ദേഹം അതിനൊന്നുകൂടി വിശദീകരിച്ചു അതിന്റെ ഗൗരവം. അതായത് അഹ്ലുസുന്നത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. പിന്നെന്ത് പറഞ്ഞു? മൻ തറക്ക മിൻഹാ ഖസ്ലതൻ, ആ കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, എന്നിട്ട് ഒന്നുകൂടി വിശദീകരിച്ചു. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലം യഖ്ബൽഹ വയുമിൻ ബിഹ, എന്താ? ലം യഖ്ബൽഹ, അവനത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, വയുമിൻ ബിഹ, അവനതിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങള് അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ആരെങ്കിലും അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഉണ്ടോ, ഏതെങ്കിലും ഒരു കാര്യം, ഖസ്ലത്ത്, ഏതെങ്കിലും ഒന്ന് എന്നാ പറഞ്ഞു. അപ്പൊ ഹദീസിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ മാത്രം പ്രമാണാണെന്ന് പറച്ചിലല്ല, അല്ലെങ്കിൽ ഹദീസുകളൊക്കെ ഞാൻ തള്ളി എന്ന് പറച്ചിലല്ല. ഏതെങ്കിലും ഖസ്ലത്ത്, ഒരു കാര്യത്തെ നിഷേധിച്ചാൽ മതി എന്നാ. ലം യഖ്ബൽഹ, അവനത് സ്വീകരിച്ചില്ല. വയുമിൻ ബിഹ, അവനതിൽ വിശ്വസിച്ചില്ല. അവ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒന്ന്. അപ്പൊ പ്രമാണത്തെ മൊത്തത്തിൽ നിഷേധിക്കണോ? വേണ്ട. നമ്മൾ പറയണം അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ അല്ലേ? വീട്ടിൽ കയറുമ്പോ വാതിലടച്ചാലും ശൈത്താന്റെ ഷർറ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് അത് അവൻ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അവൻ ചിന്തിക്കണത് എന്താ? പണ്ട് സുല്ലമി പറഞ്ഞതുപോലെ വാതിലിന്റെ ദോരത്തിന്റെ ഉള്ളിൽ കൂടെ, ആ വിടവ് കൂടെ ശൈത്താന് കയറിക്കൂടെ എന്നുള്ളതാ. അപ്പൊ മൂപ്പരെ ബുദ്ധിക്ക് അത് പറ്റണില്ല. എന്നിട്ട് അയാൾ ചോദിക്കണം, ഞാൻ ഹദീസ് പ്രമാണമല്ല എന്നതിനെ നിഷേധിച്ചിട്ടുണ്ടോ? അപ്പൊ ചേകന്നൂരാകണം എന്നില്ല എന്നർത്ഥം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ? മൻ തറക്ക മിൻഹ ഖസ്ല, ഏതെങ്കിലും ഒരു കാര്യത്തെ, ഖസ്ലത്ത്, അതവൻ സ്വീകരിച്ചില്ല, അതവൻ വിശ്വസിച്ചില്ല എങ്കിൽ, ലം യകുൻ മിൻ അഹ്ലിഹ. എന്താ? വളരെ ഗൗരവമുള്ള വാചക. എന്താ? ലം യകുൻ മിൻ അഹ്ലിഹ. എന്താ പറഞ്ഞ്? അതിന്റെ ഗൗരവം മനസ്സിലായോ? ലം യകുൻ മിൻ അഹ്ലിഹ. എന്താ അതിന്റെ അർത്ഥം? അവൻ അതിന്റെ അഹ്ലിൽപ്പെട്ടവനല്ലാന്ന്. ഏതിന്റെ അഹ്ലിൽപ്പെട്ടവൻ? അഹ്ലുസുന്നത്ത് പെട്ടവനല്ല എന്നാ പറഞ്ഞ്. ലം യകുൻ മിൻ അഹ്ലിഹ, അവൻ അതിന്റെ അഹ്ലുകാരിൽപ്പെട്ടവനല്ല. ആ പ്രമാണത്തെ മൊത്തത്തിൽ നിഷേധിക്കണം എന്നല്ല പറഞ്ഞത്. ലം യകുൻ മിൻ അഹ്ലിഹ, അവൻ അതിന്റെ അഹ്ലുകാരനായി തീരുകയില്ല, അഹ്ലുകാരനായി തീരാൻ സാധ്യമല്ല. അത് വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ബുദ്ധിക്ക് യോജിക്കാത്ത അല്ലെങ്കിൽ യുക്തിക്ക് യോജിക്കാത്ത ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ സാധാരണ പറയാറുള്ള ന്യായം എന്താ? ഹദീസൊക്കെ രണ്ടാം പ്രമാണം തന്നെയാണ്, ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ബുഖാരി തന്നെയാണ്, മുസ്ലിമൊക്കെ തന്നെയാണ്. പക്ഷെ ആ ഹദീസ്
ബുഖാരിക്ക് അബദ്ധം പറ്റിയതാണ്, ആ ഹദീസിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നത് അല്ലെ. വാതിലിന്റെ പടവ് കൂടെ ശൈത്താൻ കയറിക്കൂടെ എന്നാ, അങ്ങനെയുള്ള കുരുട്ട് ചോദ്യങ്ങൾ. അങ്ങനെയുള്ള ഹദീസുകളൊക്കെ നിഷേധിക്കാണ്. ഒരു കുട്ടി ജനിക്കുമ്പോ കുട്ടി കരയും, അതിന്റെ കാരണം ഹദീസിൽ പറഞ്ഞു, പക്ഷെ അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അപ്പൊ അതിന്റെ വേറൊരു വ്യാഖ്യാനം കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്ന്? അത് കുട്ടി ആദ്യമായിട്ട് ലോകം കാണുകയാണ്, ആ അന്തരീക്ഷവായു, അതിന്റെ മർദ്ദം, അതിന്റെ മറ്റത്, അതിന്റെ മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വ്യാഖ്യാനം, അതുകൊണ്ടാണ് കുട്ടി കരയുന്നത് എന്നാ. വമിനസുന്നത്തിൽ ലാസിമ, ലാസിമായി അനിവാര്യമായും അഹ്ലുസുന്നത്തിന്റെ ആദർശങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലതീമൻ തറക മിൻഹാ ഖസ്ലതൻ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ, ഖസ്ലത്ത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, അതൊക്കെ കാണാതെ പഠിക്കേണ്ടതാണ്. ലം യഖ്ബൽഹാ വയുമിൻ ബിഹാ, അതവൻ സ്വീകരിച്ചില്ല, അതവൻ വിശ്വസിച്ചില്ല എങ്കിൽ ലം യകും മിൻ അഹ്ലിഹ, അവൻ അതിന്റെ അഹ്ലുകാരിൽ പെട്ടവനല്ല. ഏതിന്റെ അഹ്ലുകാരിൽ പെട്ടവനല്ല? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഹ്ലുകാരിൽ പെട്ടവനല്ല. അവ ഏതെങ്കിലും ഒറ്റ ഹദീസിനെ തള്ളിയാൽ മതി, അല്ലെങ്കിൽ എന്റെ യുക്തിക്ക് യോജിക്കുന്നില്ല, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഈ ഉസൂലു സുന്നക്ക് ഷെയ്ഖ് റബീ ഹഫിളഹുല്ല അദ്ദേഹം ഷറഹ് പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിൽ അതിന്റെ ഇത് കിട്ടും. അതിൽ അദ്ദേഹം പറഞ്ഞു, ഈ വാചകത്തെ അദ്ദേഹം വിശദീകരിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താ അറിയോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരൊറ്റ വാചകത്തെ വിശദീകരിച്ചിട്ട് ഷെയ്ഖ് റബീ പറഞ്ഞു, ഇൻതബിഹു ലിഹാദ. ഇൻതബിഹു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഗൗരവത്തോടുകൂടി ഈ ഉപദേശം ശ്രദ്ധിക്കണം, ഈ വാചകം ശ്രദ്ധിക്കണം. ഹാദിഹിൽ ഫിഖറ, ഈ പാരഗ്രാഫ് മുഹിമ്മത്തൻ ജിദ്ദ, എന്താ വെരി വെരി ഇമ്പോർട്ടന്റ് ആയ ഒരു പാരയാണ് ഈ വായിച്ചത്. അലിമാം അഹ്മദ് സയസിഫു ലനാ ഉസൂലൻ, നമുക്ക് ഉസൂല് വിശദീകരിച്ചു തരികയാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. മൻ തറക ശൈഅൻ മിൻഹാ, അതിൽപ്പെട്ട ഏതെങ്കിലും ഷൈഅ്, ആ ഖസ്ലത്ത് എന്നതിന്റെ മറ്റൊരു പദമാണ് എന്ത്? മൻ തറക ശൈഅൻ മിൻഹാ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫലൈസ മിൻ അഹ്ലിസ് സുന്ന, അവൻ അഹ്ലുസുന്നത്തിൽ പെട്ടവനല്ല എന്ന തത്വമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചു തരുന്നത്. യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് യഖ്റുജു അൻ ദായിറത്തി സുന്ന, ഈ സുന്നത്തിന്റെ വൃത്തത്തിൽ നിന്ന് അവൻ പുറത്തു പോരും. ഇലാ ദായിറത്തിൽ ബിദ്അ, എവിടേക്ക്? ബിദ്അത്തിന്റെ വൃത്തത്തിലേക്ക് അവൻ എത്തിച്ചേരും. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഉപേക്ഷിച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യം അവൻ സ്വീകരിക്കാതിരുന്നാൽ, അവൻ വിശ്വസിക്കാതിരുന്നാൽ, അവൻ എന്ത് ചെയ്യും? സുന്നത്തിന്റെ വൃത്തത്തിൽ നിന്ന് പിന്നെ എത്തിച്ചേരാനുള്ളത് എടുക്കാം, ബിദ്അത്തിന്റെ വൃത്തത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തനബ്ബഹു ലിഹാദ, ഈ വാചകം നിങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട് എന്ന് ഷെയ്ഖ് റബീ ഈ വാചകത്തെ വിശദീകരിച്ചിട്ട് പറയണം. ലം യകും മിൻ അഹ്ലിഹ എന്നതിന് അദ്ദേഹം വിശദീകരിക്കുന്നത് വമിനസ് സുന്നത്തിൽ ലാസിമ അല്ലതി മൻ തറക മിൻഹാ ഖസ്ല, അതിനെ ഷെയ്ഖ് റബീ വിശദീകരിക്കുന്നത് ഫഇദാ തറകഹ, അതിനെ അവൻ ഉപേക്ഷിച്ചാൽ, കുല്ലിഹ മൊത്തം, ഔ മുഅല്ലമുഹ, അതിൽ അല്ലെങ്കിൽ അതിന്റെ ഭൂരിഭാഗത്തെ, ഫഹാദാ ഹുവൽ ബലാ, അത് വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണ്. അവ ഏതെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ അതിൽ മുഴുവനായിട്ട്, അല്ലെങ്കിൽ അതിൽ അധികം വരുന്നതിനെ ലം യഖ്ബൽഹ, അവൻ സ്വീകരിച്ചില്ല. അതായത് യഅനി അബാഹ, ആ പറഞ്ഞ കാര്യത്തോട് അവൻ വിസമ്മതം കാണിച്ചു. ലം യഖ്ബൽഹ വയുമിൻ ബിഹ ലം യകുൻ മിൻ അഹ്ലിഹ, അതായത് ഇദാ ലം യകുൻ മിൻ അഹ്ലി സുന്ന, അവൻ അഹ്ലു സുന്നത്തിൽപ്പെട്ടവന അല്ലെങ്കിൽ യകൂനു മിൻ അഹ്ലിൽ ബിദ്അഇ വൽ ളലാലി വൽ ഇയാദു ബില്ലാഹ്, പിന്നീട് അവൻ എത്തിച്ചേരാനുള്ളത് എടുക്കുക ദലാലത്തിന്റെ മാർഗത്തിലേക്കാണ്, ബിദ്അത്തിന്റെ ആളുകളിലേക്കാണ്. അള്ളാഹുവിൽ നിന്ന്, അതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഷറഹിൽ കാണാം, അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് കിട്ടും. ഷെയ്ഖ് റബീ ഈ ഒരൊറ്റ വാചകത്തെ വിശദീകരിച്ചിട്ട് പറഞ്ഞാണ്. ഇനി ഏതൊക്കെയാണ് ആ കാര്യങ്ങള്, അതാണ് വിശദീകരിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ അങ്ങനെ നിഷേധിക്കുന്ന പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തെ ഉപേക്ഷിച്ചാൽ തന്നെ അവൻ അതിന്റെ അഹ്ലുകാരിൽ പെട്ടവനല്ല. സംഗതി ഗൗരവമാണ്. അപ്പൊ അത് വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ലം യഖ്ബൽഹ വയുമിൻ ബിഹ, അവനത് സ്വീകരിച്ചില്ല, അവനത് വിശ്വസിച്ചില്ല എങ്കിൽ ലം യകും മിൻ
അഹ്ലിഹ, അവൻ അതിന്റെ അഹ്ലുകാരിൽ പെട്ടവനല്ല എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇനി ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കാം. ഒന്ന്, അൽ ഈമാനു ബിൽ ഖദരി, ഖദറിലുള്ള വിശ്വാസമാണ്. അവിടെ വായിക്കേണ്ടത് ദാലിന് ഫതഹ് കൊടുത്തിട്ടാണ്, സുക്കൂന് കൊടുക്കരുത്. അൽ ഈമാനു ബിൽ ഖദരി എന്ന് വായിക്കണം. വിധിയിലുള്ള വിശ്വാസം, ഖൈരിഹി വശരിഹി, അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും. ഇനി ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ട അനിവാര്യമായും സുന്നത്തിൽപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ തന്നെ, എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ അവൻ അതിന്റെ അഹ്ലിൽ പെട്ടവനല്ല. അതിൽപ്പെട്ട ഒന്ന് ഖദറിലുള്ള വിശ്വാസമാണ്. അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശരിഹി, അത് ഖൈറാണെങ്കിലും അത് ഷർറാണെങ്കിലും ഖദറിൽ വിശ്വസിക്കണം. അപ്പൊ അത് എന്താവും? മറ്റേ നിർണയം എന്നുള്ള അർത്ഥത്തേക്ക് പോകും. ഇവിടെ അത് പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വിധി എന്നുള്ള അർത്ഥത്തില്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതേ പദത്തിന്റെ വേറെ വിശദീകരണങ്ങളാണ്. അതേപോലെ തന്നെ തസ്ദീഖ്, എന്താ തസ്ദീഖ്? സത്യപ്പെടുത്തുകയും ചെയ്യണം. ബിൽ അഹാദീസി ഫീഹി, ഹദീസുൻ അഹാദീസുൻ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ തസ്ദീഖ് നടത്തണം. തസ്ദീഖ് പറഞ്ഞാൽ സത്യപ്പെടുത്തണം. അപ്പൊ അതില് വിശ്വസിക്കണം, അത് സത്യപ്പെടുത്തണം. വൽ ഈമാനു ബിഹ, അതിൽ വിശ്വാസം കൊള്ളുകയും വേണം. ലാ യുഖാലു, പറയരുത് ലിമ വലാ കൈഫ്, ഖദറിന്റെ വിഷയത്തിൽ ഹദീസുകൾ വന്നാൽ പറയാൻ പാടില്ല. ലിമ, എന്താ ലിമ? എന്തുകൊണ്ട് അങ്ങനെ? അതേപോലെ തന്നെ വല പാടില്ല, കൈഫ്, അതെന്താ അങ്ങനെ? കൈഫ്, ലിമ. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചിലത് ചോദിക്കാനേ പാടില്ല. അസ്മാ സിഫാത്തിന്റെ വിഷയത്തിൽ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചില്ലേ, കൈഫൽ ഇസ്തിവ, എങ്ങനെയാണ് ഇസ്തിവ എന്ന് ചോദിച്ചു ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അപ്പൊ തന്നെ മനസ്സിലാക്കി, അയാൾക്ക് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട്. കാരണം സഹാബത്ത് അത് ചോദിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ലാ യുഖാലു, ചോദ്യം ചെയ്യരുത്, പറയരുത്. ലിമ, എന്തുകൊണ്ട്? വല കൈഫ്, അതെന്താ അങ്ങനെ? ഇന്നമാ ഹുവ തസ്ദീഖ്, അതെന്ത് മാത്രമാണ്? ഇന്നമാ, തീർച്ചയായും അത് മാത്രമാണ്. ഹുവ, അത് അത്തസ്ദീഖ്, സത്യപ്പെടുത്തൽ മാത്രമാണ്. വൽ ഈമാനു ബിഹ, അത് ഈമാൻ വൽ ഈമാനു ബിഹ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം അനിവാര്യമായും നിർബന്ധമായും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽപ്പെട്ടതാണ് നബിനസുന്നത്തിൽ ലാസിമ അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശരിഹി. അപ്പൊ ഈമാനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഈമാൻ, അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാൻ സമയമല്ല. രണ്ട് പദങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. ഒന്ന് ഈമാന്, മറ്റൊന്ന് ഇസ്ലാം. മുഅ്മിൻ, മുസ്ലിം. ആ പദത്തിന്റെ ഒരു പ്രത്യേകത പണ്ഡിതന്മാർ വിശദീകരിച്ചു വന്നിട്ടുണ്ട്. ചില പദങ്ങൾ ഉണ്ടാവും, ആ രണ്ട് പദങ്ങൾ ഒരുമിച്ച് വരുമ്പോ അതിന് വ്യത്യസ്ത അർത്ഥം കിട്ടും. ആ രണ്ട് പദങ്ങൾ വേറിട്ട് വരുമ്പോ ഒരേ അർത്ഥം കിട്ടും. അങ്ങനെയുള്ള ചില പദങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ പദങ്ങളിൽപ്പെട്ട ഒരു പദമാണെന്ത്? ഈമാൻ. ഈമാനും ഇസ്ലാമും. അതിന് സാധാരണ പറയാറുള്ളത് കലിമത്താനി ഇദജ്തമഅ ഇഫ്തറഖ. ഇദഫ്തറഖ
ഇജ്തമഅ. അതാണ് സാധാരണ ഇതിന് പറയാനുള്ളത്. ഏതുപോലെ മിസ്കീൻ, അതേപോലെ തന്നെ മറ്റൊരു പദമാണ് ഏത്, ഫഖീർ. മിസ്കീനും ഫക്കീറും അത് രണ്ടും ഒരു സ്ഥലത്ത് വന്നാല് രണ്ടർത്ഥം കിട്ടും. എന്നാൽ മിസ്കീന് മാത്രമാണ് പ്രയോഗിച്ചതെങ്കിൽ അതിലാര് കൂടി പെടും, ഫക്കീർ കൂടി പെടും. അതേപോലെ ഫക്കീർ മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളതെങ്കിൽ അതിലാര് കൂടി പെടും, മിസ്കീൻ എന്നുള്ളത് പെടും. ഇതേപോലെ തന്നെയാണ് ഇസ്ലാമും ഈമാനും. ഇസ്ലാം എന്നുള്ളത് മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളെങ്കിൽ അതിൽ ഏത് കൂടി പെടും, ഈമാൻ കൂടി പെടും. അതേപോലെ തന്നെ ഈമാൻ മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ എന്ത് പെടും, ഇസ്ലാം കൂടി പെടും. അപ്പൊ പിന്നെ ഒന്നുകൂടി പറഞ്ഞാല് ഒരാൾക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഷഹാദത്ത് കലിമ അംഗീകരിച്ചാല് നിസ്കാരം നോമ്പ് അത് മാത്രം മതിയോ, പോരാ, പിന്നെന്ത് വേണം, ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കൽ നിർബന്ധം. അതേപോലെ തന്നെ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആ ഈമാൻ കാര്യങ്ങളിൽ ആറെണ്ണത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതിയോ, പോരാ. അവനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള കർമ്മങ്ങൾ അതവൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതാണ് ആ പദം കൊണ്ടുള്ള അർത്ഥം. അതാണ് ഇദ്ജ്തമഅ ഇഫ്തറഖ, ഇദഫ്തറഖ ഇജ്തമഅ. രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിൽ വ്യത്യസ്ത അർത്ഥം, രണ്ടും വേറിട്ട് വരികയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന അർത്ഥം. അതായത് ഇസ്ലാം എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞ ലാഹിറായിട്ടുള്ള അവന്റെ കർമ്മങ്ങള്, ഈമാൻ എന്നുള്ളത് അവന്റെ ബാത്തിനായിട്ട് വരുന്ന വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ള പദങ്ങൾ, അങ്ങനെ വേറെയും കുറെ പദങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ഈമാന്, ഇസ്ലാം, നേരത്തെ പറഞ്ഞതുപോലെ ഫക്കീർ, മിസ്കീന്, അത് ഏതെടുത്തില്ല, അത് ഇദ്ജ്തമഅ ഇഫ്തറഖ വഇദഫ്തറഖ ഇജ്തമഅ. രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിൽ ഖാസായ അർത്ഥം കിട്ടും, രണ്ടും വെവ്വേറെ വരികയാണെങ്കിൽ ആമായ അർത്ഥം കിട്ടും. ഖുർആൻ തന്നെ അതിന്റെ ഉദാഹരണങ്ങൾ കാണാം അല്ലെ. ഇപ്പൊ ഹുജറാത്തിൽ കാണാം, അറാബികൾ വന്നിട്ട് പറഞ്ഞല്ലോ, ആ സമയത്ത് ഖുർആൻ അവർക്ക് ഹുജറാത്തിൽ പറഞ്ഞില്ലേ, കാലത്തിൽ അറാബു ആമന്ന കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. ഹുജറാത്തിൽ 14-ാമത്തെ ആയത് അതിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു. അറാബികൾ പറഞ്ഞു ആമന്ന, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞു കുല്ലം തുഅ്മിനു, നിങ്ങള് വിശ്വസിച്ചിട്ടില്ല, പക്ഷെ എന്ത് പറഞ്ഞോളി, വലാകിൻ ഖൂലു അസ്ലംന. അത് വേറെയും അത് കാണാം. അപ്പോ ആ ഈമാൻ, അതെ. ഇനി ഈമാനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്താ വെച്ചാല്, ഈമാൻ എന്നത് കേവലം ഒരു വിശ്വാസം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ 3 കാര്യങ്ങളാണ് ഈമാനെ കുറിച്ച് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന് ഇഖ്റാറും, ഒന്ന് തസ്ദീഖും ബിൽ ലിസാൻ, തസ്ദീഖുൻ ബിൽ ലിസാൻ. ഒന്ന് ഈമാൻ എന്താണ്, നമ്മൾ ഓരോന്നും ശരിക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തസ്ദീഖും ബിൽ ലിസാൻ. രണ്ട് ഇഖ്റാറും ബിൽ ലിസാൻ. തസ്ദീഖും ബിൽ ഖൽബ് മാറിപ്പോയോ, തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് തസ്ദീഖ് നടത്തുക, സത്യപ്പെടുത്തുക. രണ്ടാമത് വരുന്നത് ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക, നാവ് കൊണ്ട് അത് ഉച്ചരിക്കണം. ഇഖ്റാർ, ഇഖ്റാർ ഫാ ഖാഫ് അല്ല, പുള്ളി 2 പുള്ളി, ഫാ ഖാഫ് ഖാഫ്. തസ്ദീഖും ബിൽ ഖൽബ്, ഇഖ്റാറും ബിൽ ലിസാൻ. മൂന്നാമത്തത് അമലും ബിൽ ജവാരിഹ്, അമലും ബിൽ ജവാരിഹ്. ഇത് 3ഉം വേണം ഈമാന്. എങ്കിലേ ഒരു കാര്യം എന്തായിത്തീരുള്ളൂ, ഈമാനായിത്തീരുള്ളൂ. ഇതിന്റെ വിശദീകരണങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുക. സദ്ദഖ തസ്ദീഖ് സത്യപ്പെടുത്തൽ, ബിൽ ഖൽബ് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുക. ഇഖ്റാറും ബിൽ ലിസാൻ, അത് ഉള്ളിൽ മറച്ചു വെക്കാൻ പറ്റുമോ? പോരാ, അത് ഉറക്കെ പറയണം. ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് അത് ഉച്ചരിക്കണം, പ്രഖ്യാപിക്കണം. 3, മനസ്സിൽ സത്യപ്പെടുത്തിയത് എന്താണോ, നാവ് കൊണ്ട് പറഞ്ഞത് പ്രഖ്യാപിച്ചത് എന്താണോ, അതവന്റെ അവയവങ്ങളിൽ, ശാരീരിക അവയവങ്ങൾ കൊണ്ട് അതെന്താക്കണം, അത് പ്രാവർത്തികമാക്കണം. അതാണ് അമലും ബിൽ ജവാരിഹ്. അതാണ് ശരിക്കും ഈമാൻ. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പൊ ഈ സന്ദർഭത്തിൽ അവൾ പോകുന്നില്ല. ഇനി ഈമാനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, ഈമാൻ കാര്യങ്ങൾ അത് 60 ചില്ലാനം ശാഖകളാണ്. 60 ചില്ലാനം കാര്യങ്ങളുണ്ട് ഈമാന്, അല്ലെങ്കിൽ 70 ചില്ലാനം. രണ്ടും റിവായത്ത് സ്വഹിയാണ്. അല്ല, ഈമാന് ബിദ്ഉൻ വസിത്തൂന ശുഅബ. വേറെ റിവായത്തിൽ അൽ ഈമാന് ബിദ്ഉൻ വസബ്ഊന ശുഅബ. അത് ഹദീസിൽ രണ്ടും വന്നിട്ടുണ്ട്. രണ്ടും സ്വഹിയായിട്ടുള്ള ഹദീസാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. ബിദ്ഉൻ വസബ്ഊന എന്നുള്ളത് മുസ്ലിം ഉദ്ധരിച്ചതാണ്. 70 ചില്ലാനം ശാഖകളുണ്ട്, അല്ലെങ്കിൽ 60 ചില്ലാനം കാര്യങ്ങളുണ്ട് ഈമാൻ എന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നത് ഈ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ ഹദീസ്? അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസാണ് അൽ ഈമാനു ബിദ്ഉൻ വസബൂൻ, അല്ലെങ്കിൽ സിത്തുൻ, അല്ലെങ്കിൽ ബിദ്ഉൻ വസിത്തൂൻ. എന്നിട്ട് പറഞ്ഞു ഫഅഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖി വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഇതാണ് ഹദീസ്. അപ്പൊ ഈമാൻ കാര്യങ്ങള് 6 എന്നത് ശരിയല്ല. അത് 60 ചില്ലാനുണ്ട്, അല്ലെങ്കിൽ 70 ചില്ലാനുണ്ട്. അതിനാണ് ഈ ഹദീസ് തെളിവ് പറഞ്ഞത്. ഇതേ ഹദീസ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിലും തെളിവ്. എന്ത്? ഈമാൻ എന്നത് തസ്ദീഖും ബിൽ ഖൽബും ഇഖ്റാറും ബിൽ ലിസാനും അമലും ബിൽ ജവാരിഹ്, ഇത് 3 കൂടി ചേർന്നതാണ് ഈമാൻ. ഈ ഹദീസാണ് അതിന്റെ തെളിവ്. ഇതിൽ 3 ഉണ്ട്. നോക്കിക്കോ, ഏത്? ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ് ഖൗല്. കണ്ടോ, അതാണ് അതിൽ ഏറ്റവും അഫ്ളലായത്. അതാണെന്ത്? ഇഖ്റാറും ബിൽ ലിസാൻ. വഅദ്നാഹ, അതിൽ ഏറ്റവും താഴ്ന്നത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. അതെന്തിനു തെളിവാ? അമലും ബിൽ ജവാരിഹ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽപ്പെട്ടതാ. അതെന്തിനാ? തസ്ദീഖും ബിൽ ഖൽബ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ അത് ആ രൂപത്തിൽ വിശദീകരിച്ചിട്ട്. ചില ആൾക്കാർ അത് 2 ആക്കി പറഞ്ഞിട്ടുണ്ട്. ഈ 3 കൂടി 2 ആക്കിയിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ 6 എന്നത് എന്താണ്? 6 എന്നത് അതിന്റെ റുക്നാണ്, അർക്കാനുകൾ. അതിന്റെ അർക്കാനുകളാണ്. എന്താണ് റുക്നും മറ്റതും തമ്മിലുള്ള വ്യത്യാസം? മൊത്തം ബാത്തിലായി പോകും. അതാണ് 6. അതിന്റെ റുക്കിനുകൾ അർക്കാനുൽ ഈമാനി സിത്ത, 6. അതേപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളും അതിന്റെ അർക്കാനുകളാണ് 5. എന്നാൽ അത് മാത്രമല്ല ഇസ്ലാമിന്റെ കാര്യങ്ങൾ. അതേപോലെ തന്നെയാണ് ഈമാന്. അത് 60 ചില്ലാൻ അല്ലെങ്കിൽ 70 ചില്ലാനം വരും. എന്നാൽ അതിന്റെ അർക്കാനുകൾ അത് അനിവാര്യമായും അയാളുടെ അക്കീദ അതിൽ ശരിയായിരിക്കണം. അത് നിഷേധിക്കാൻ പറ്റില്ല. അതാണ് 6.
അങ്ങനെ 6 ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഖുർആൻ തന്നെയാണ്. ഒന്നാമത്തെ തെളിവ് സൂറത്തുൽ ബഖറയിലെ 285 ആയത്ത്, അതേപോലെ തന്നെ സൂറത്തുൽ ഖമറിലെ 49 ആയത്ത്. ബഖറയിലെ 285 ആയത്ത്, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി പഠിച്ചല്ലേ. വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായിക വ കുതുബി വ റുസുലി ലാ നഫരീഖു ബൈന അഹദിൻ മിർ റുസുലി പഠിച്ചാണത്. ആയത്തിലെ അതൊക്കെ എണ്ണി പറഞ്ഞു. അള്ളാഹുള്ള വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം, കുത്തുബുകളുടെ വിശ്വാസം, പ്രവാചകന്മാരുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം. ഖമറിലെ 49 ആയത്തിലാണ് ഖദറിലുള്ള വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദരിൻ. ഇന്നാ കുല്ല ശൈഇൻ എല്ലാറ്റിനെയും നാം സൃഷ്ടിച്ചു. ഖലഖനാഹു നാം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ബിഖദരിൻ ഖമറിലെ 49 ആയത്ത്. ഇപ്പൊ ഇബ്നുൽ ഖയ്യിം ഒക്കെ ചില ആൾക്കാർ പറയും ഇബ്നുൽ ഖയ്യിം ഈമാൻ കാര്യങ്ങൾ 5 ആക്കിയെന്നൊക്കെ പറയും. അത് ചില ആൾക്കാർ എന്ത് ചെയ്തു, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തില് 5 എന്ന് പറഞ്ഞിട്ടുണ്ട് അർക്കാനുൽ ഈമാൻ. അത് 5 എന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് ഈ ഖദറിലുള്ള വിശ്വാസം എന്ത് പെടും, എന്തിൽ പെടും, അള്ളാഹുള്ള വിശ്വാസത്തിൽ പെടുന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം അത് വേറെ പല സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് അദ്ദേഹം 5 എന്ന് പറഞ്ഞത് ഈ അടിസ്ഥാനത്തിലാണ്. ഖദറിലുള്ള വിശ്വാസം അൽ ഈമാൻ ബില്ലാ എന്നതിൽ പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഹദീസ് അത് വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ഹദീസ് പഠിച്ചു, ഇമാം നവവിന്റെ ഹദീസ് പഠിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തല്ലോ. ബൽ ഈമാൻ എന്ന് ചോദിച്ചു. ആ ഹദീസാണ്, ഹദീസ് ജിബ്രീലാണ് ഈമാൻ കാര്യങ്ങളുടെ അർക്കാനുകൾ 6 എന്നുള്ളതിന്റെ തെളിവ്. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു അഖ്ബിർനി അനിൽ ഈമാൻ. നമ്മളത് വിശദാക്കി പഠിച്ചിട്ടുണ്ട്. അൻ തുഅ്മിന ബില്ലാഹി വ മലായിക വ കുതുബി വ റസുലി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി മുത്തഫഖുൻ അലൈഹി ഉള്ള ഹദീസ്. അതാണ് അതിന്റെ അർക്കാനുകൾ 6 എന്നുള്ളതിന്റെ തെളിവ്. ഖുർആന്റെ ആയത്തുകൾ, ആ ഹദീസ്. അതിൽ 6ാമത്തേതാണ് ഏത്, അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഖദറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഖദർ എന്താണ് എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഖദറിനെ നിഷേധിക്കുന്ന പ്രവണത പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളാണ്. അവരെ ഖദറിനെ നിഷേധിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് അവർ ന്യായം പിടിച്ചിരുന്നത് ഈ ആയത്ത് അള്ളാന്റെ ഖദർ പറഞ്ഞിട്ടായിരുന്നു. അവർ ചെയ്യുന്ന ഷിർക്കിന് അവർ ന്യായം പറഞ്ഞിരുന്നത്. അൻആമിലെ 148 ആയത്ത് ഖദറിനെ നിഷേധിച്ചത് ഒന്ന് മുശ്രിക്കുകൾ നിഷേധിച്ചിട്ടുണ്ട്. ആയത്ത് മാറിയോ? അലീമ എത്രാമത്തെ ആയത്ത്? ഞാൻ എഴുതിയത് മാറിയത്. നിസായിലെ 136 ആയത്ത് ഒന്ന് ഓദിക്കാം. آمنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل. അതാണ് കറക്റ്റ്. എത്രാമത്തെ ആയത്താണ്? നിസായിലെ 136. آمنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. അത് വേറെയും ആയത്തുകളിൽ വന്നിട്ടുണ്ട്. അത് ബഖറയിൽ തന്നെ വന്നിട്ടുണ്ട്. ആയത്ത് എനിക്ക് ഓർമ്മയിട്ടില്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ ചെയ്ത ഷിർക്കിന് ന്യായം പിടിച്ചത് എന്താ? അത് അള്ളാന്റെ ഖദറാണെന്ന് പറഞ്ഞിട്ടാ. അൻആമിലെ 148 ആയത്ത് സയഖൂലുല്ലദീന അശ്റകൂ. കണ്ടോ,
ഷിർക്ക് ചെയ്തവര് പറയും ലൗ ഷാ അല്ലാഹു മാ അശ്റക്ന, അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുമായിരുന്നില്ല, ഷിർക്ക് ചെയ്യുമായിരുന്നില്ല. വല ആബാഉന, ഞങ്ങളുടെ പൂർവ്വപിതാക്കളും. അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾ നോക്കണം. അനാമിലെ 148 ആയത്ത്, വേറെ ആയത്തുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ കാണാം. ആ മുശ്രിക്കുകള് അവർ ചെയ്ത ഷിർക്കിന് ന്യായം പിടിച്ചത് അള്ളാന്റെ മഷിയത്താണ്. ഖദറിന്റെ ഒരു ഭാഗമാണ് ഇത് മഷിയത്ത് എന്ന് നമ്മൾ വിശദീകരണത്തിൽ ഇനി വരുന്നുണ്ട്. പിന്നീട് ഇസ്ലാം വന്നു, ഖലാ ഖദറിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഖലാവും ഖദറും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് നമ്മൾ പറഞ്ഞുതരാം. ഖലാ ഖദർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിന്റെ മുമ്പ് പിന്നെ ഈ ഖദറിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാലഘട്ടത്തിന് ശേഷം, സഹാബികളുടെ കാലഘട്ടത്തിന്റെ ഏതാണ്ട് സഹാബത്തിന്റെ കാലഘട്ടത്തിന്റെ അവസാനത്തോട് കൂടിയിട്ടാണ് ഖദറിനെ നിഷേധിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ രംഗത്ത് വന്നത്. ആ ഹദീസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? ഹദീസ് ജിബ്രീൽ. നമ്മളത് കറക്റ്റായിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. ആ സംഭവം ഓർമ്മ ഉണ്ടോ? ഖദറിനെ നിഷേധിച്ചുകൊണ്ട് പിന്നീട് രംഗത്ത് വരുന്നത് ആരാണ്? മഅബദുൽ ജുഹനി എന്ന് പറയുന്ന ആളാണ്. ആളെ പേര് ഇതെടുത്തോ, മഅബദുൽ ജുഹനി. ബസറയില് മഅബദ് അൽ ജുഹനി. അത് ഹദീസിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഹദീസ് ജിബ്രീൽ വന്നിട്ടില്ല, അതിന്റെ വിശദീകരണത്തിൽ നമ്മളത് പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ആ ഹദീസിൽ കാണാം, യഹ്യബ്നു യഅ്മർ, ഓർമ്മ ഉണ്ടോ? അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. യഹ്യബ്നു യഅ്മർ അദ്ദേഹം പറഞ്ഞു, കാന അവ്വല മൻ ഖാല ഫിൽ ഖദരി, ആദ്യമായി ഖദറിന്റെ വിഷയത്തിൽ സംസാരിച്ചത് ബിൽ ബസറ, ബസറയിൽ മഅബദുൽ ജുഹനി ആയിരുന്നു. മഅബദ് അൽ ജുഹനി ഖദറിനെ നിഷേധിച്ചുകൊണ്ട്, അഹ്ലുസുന്നത്ത് പഠിപ്പിച്ച വിശ്വാസത്തിന് എതിരായി ഖദറിനെ നിഷേധിച്ചുകൊണ്ട് കടന്നു വന്നത് ആരാണ്? മഅബദുൽ ജുഹനി. അങ്ങനെ ഫൻതലഖ്തു അന വ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ, ഞാനും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാനും കൂടി പോയി. അല്ലെ, ഹജ്ജ് ചെയ്യുന്നവരായിക്കൊണ്ട് അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നവരായിക്കൊണ്ട്. എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള നിയ്യത്ത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ആരെങ്കിലും കണ്ടുമുട്ടിയാൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ചോദിക്കാലോ എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞങ്ങൾക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പള്ളിക്കുള്ളിൽ വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തോട് ഈ കാര്യത്തെ പറ്റി ചോദിച്ചു. ആ സംഭവം അത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ആ സംഭവം നമ്മൾ മുമ്പ് വിശദീകരിച്ചു പോയതാണ്. അപ്പൊ ഖദറിനെ ആദ്യമായിട്ട് നിഷേധിച്ചുകൊണ്ട് കടന്നു വന്നത് മക്കാ മുശ്രിക്കുകളുടെ നിഷേധം നമ്മൾ പറഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം മഅബദുൽ ജുഹനി. മഅബദുൽ ജുഹനിയിൽ നിന്ന് ഈ വാദം പിന്നീട് ഏറ്റുപിടിക്കുന്നത് ഗൈലാനു ദിമഷ്കി എന്ന് പറയുന്ന ആളാണ്. ഗൈലാനു ദിമഷ്കി. ഗൈലാനു ദിമഷ്കി, മഅബദുൽ ജുഹനി, അയാള് നിന്ന് പിന്നീട് ഗൈലാനു ദിമഷ്കി, അയാളാണിത് പ്രചരിപ്പിച്ചത്. അതില് ചില ആളുകളുടെ ചരിത്രമൊക്കെ നമുക്ക് ലഭ്യമാണ്. ഗൈലാനു ദിമഷ്കി, ഗൈലാൻ അദ്ദിമഷ്കി, അയാളാണ് പിന്നീട് അതിന് പ്രചാരം കൊടുക്കുന്നത്. അതേപോലെ തന്നെ മഅബദുൽ ജുഹനി ഈ ആദർശം സ്വീകരിച്ചത്
മറ്റൊരാളിൽ നിന്നാണെന്നാ, സൂസൻ എന്ന് പറയുന്ന ആളിൽ നിന്ന്. ആരിൽ നിന്ന്? സൂസൻ. മഹ്മദുൽ ജുഹനിയാണ് ഖദറിനെ നിഷേധിച്ചുകൊണ്ട് ബസ്രയിൽ ആദ്യം രംഗത്ത് വന്നത്. പിന്നീട് അത് ഏറ്റുപിടിച്ച് അതിന് പ്രചാരണം കൊടുത്ത ആളാണ് ഗൈലാൻ ദിമഷ്കി. എന്നാൽ മഅബദിന് ഈ ആശയം കിട്ടിയത് സൂസൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണെന്നാണ് ചരിത്രം പറയുന്നത്. പ്രഗത്ഭരായ ചരിത്രകാരന്മാർക്ക് അത് പറഞ്ഞിട്ടുണ്ട്. സൂസനെ സംബന്ധിച്ചിടത്തോളം വകാന നസ്രാനിയൻ, അയാള് നസ്രാനിയായിരുന്നു. ഫാസ്ലമ, അയാള് മുസ്ലിമായി. സുമ്മ തനസ്സറ, വീണ്ടും ക്രിസ്ത്യാനിയായി. അപ്പൊ ശരിക്ക് ക്രിസ്ത്യാനികളുടെ ആളായ സൂസനിൽ നിന്നാണ് മഅബദ് ഈ ആദർശം സ്വീകരിക്കുന്നത്. അതാണ് ഒരഭിപ്രായം. രണ്ടാമതൊരഭിപ്രായം, ഒരു മജൂസി ഉണ്ടായിരുന്നു എന്നാ ബസ്രയിൽ തന്നെ, സീസവൈഹി എന്നാണ് അയാളുടെ പേര്. സീസവൈഹി, സിൻസവൈഹി എന്നൊക്കെ വേറെ റിവായത്തിൽ കാണാം. എന്നൊക്കെ അലുസുനയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് കാണാം. ഇബ്നു ബത്തയുടെ ഇബാന, അതേപോലെ തന്നെ ലാലക്കായുടെ ഷറഹ് ഉസ്സൂൽ ഇത്തിഖാദ് അലുസുന്നയിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ പ്രസിദ്ധമാണ്. സീസവൈഹി ബെത്തിമിയൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. സീസവൈഹിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മജൂസികളിൽ പെട്ടവനായിരുന്നു എന്നാ. സീസവൈഹി ഇവർ രണ്ടുപേരും ഇത് രണ്ടും ഒരേ ആളാണെന്നുള്ള അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് വേറെ നിങ്ങൾ മുത്താല ചെയ്യണം. നമ്മളെ വിഷയം ഖദറിന്റെ വിശ്വാസമാണ്, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഖദറിനെ ഒരർത്ഥത്തിൽ നിഷേധിച്ചിട്ടുണ്ട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് എന്താണ് ഖദറിലെ വിശ്വാസം എന്നത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അതിൽ വിശ്വസിക്കുക എന്നുള്ളത് അത് അർക്കാനുകളുടെ കൂട്ടത്തിൽ തന്നെ പഠിപ്പിച്ചു. ഈമാനിന്റെ അർക്കാനുകളായിട്ട്, റുക്നുകളിൽ പെട്ടതായിട്ട് പഠിപ്പിച്ചു. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ചില ആളുകൾ രംഗത്ത് വന്നു. ബസ്രയിൽ പെട്ട ചില ആളുകൾ. അതിൽപ്പെട്ട ആളായിരുന്നു മഅബദുൽ ജുഹനി. അയാളെ ഇസ്ലാം പഠിപ്പിച്ച അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തെ എതിർത്തുകൊണ്ട് അയാളെ രംഗത്ത് വന്നു. ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് അതിനെതിരായ വിശ്വാസം അയാൾ പ്രചരിപ്പിച്ചു. പിന്നീട് അത് ഏറ്റുപിടിച്ചു ഗൈലാൻ ദിമഷ്കി, അത് ഏറ്റുപിടിച്ചു. മഅബദ് ഈ വിശ്വാസം സ്വീകരിച്ചത് രണ്ടാളുകളിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ സൂസൻ, അയാള് ക്രിസ്ത്യാനിയായിരുന്നു, മുസ്ലിമായി വീണ്ടും ക്രിസ്ത്യാനിയായി. അതേപോലെ തന്നെ സീസവൈഹി, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മജൂസികളിൽ പെട്ടവനായിരുന്നു എന്നാണ് പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ ഈ വിശ്വാസം പ്രചരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ബിദ്അത്തിന്റെ റൂസുകള്, ബിദ്അത്തിന്റെ തലകള് എണ്ണിയപ്പോ പണ്ഡിതന്മാർ അതിൽ ഒരു വിഭാഗത്തെ, ഒരു തലയിട്ട് എണ്ണിയിട്ടുള്ളത് ഖദരിയത്തിനാണ്. ഖവാരിജ്, ഷിയാത്ത്, ഖദരിയത്ത്, പിന്നെ മുർജിയത്ത്. തലകൾ എണ്ണിയപ്പോ എണ്ണിയത്. ഇനി അവരുടെ വാദങ്ങൾ, ഖദരിയത്തിന്റെ വാദങ്ങൾ എന്താണ്, അതൊക്കെ നമ്മൾ വേറെ അത് പഠിക്കേണ്ടതാണ്. ജബരിയത്തിന്റെ വാദം, അങ്ങനെ കുറെ ടീമുകൾ ഇതിൽ വരുന്നുണ്ട്. പിന്നീട് മുഅ്തസിലിയാക്കൾ ഇത് പ്രചരിപ്പിച്ചത്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദീകരണങ്ങൾ അഖീദയുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഖദറിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ വന്നത് എന്താണോ അത് അങ്ങനെ തന്നെ അത് അംഗീകരിച്ചോളണം. ഇതിലെന്ത് പാടില്ല? തർക്കിക്കാൻ പാടില്ല. ഖദറിന്റെ വിഷയത്തിൽ ലീമ, എന്തുകൊണ്ട് ചോദ്യമല്ല, കൈഫ്, എങ്ങനെ ചോദ്യമല്ല. ഇസ്ലാം മുഅ്മിനാണെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഖദറിൽ ചില ആളുകൾ തർക്കിച്ചു. അതിൽ കാണാം, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തു വന്നു. ദാത്ത യൗമിനൊരു ദിവസം, വന്നാസു യതകല്ലമൂന ഫിൽ ഖദരി, ജനങ്ങൾ ഖദറിന്റെ കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഖദറിന്റെ വിഷയം. നമ്മൾ നേരത്തെ തർക്കത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ നമ്മൾ ഇതിലൊരു ഹദീസ് പറഞ്ഞു പോയിട്ടുണ്ട്, പ്രത്യേകിച്ചും ഖദറിന്റെ വിഷയത്തിൽ. കാരണം ചില ആളുകൾക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, മനസ്സിലായിട്ടില്ലെങ്കിലും വിശ്വസിച്ചോളണം. കാരണം അർക്കാനുൽ ഈമാനിൽ പെട്ടതാണ്.
വാജിബാ വിശ്വസിക്കല്. നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ അത് യോജിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി. പക്ഷെ ബുദ്ധിക്കോ യുക്തിക്കോ യോജിക്കാത്ത ഒരു കാര്യം ഇതിലില്ല. നമ്മൾ പഠിക്കുന്നിടത്ത് വരുന്ന തകരാറാണ്. വളരെ ഈസിയാണ് ഇത് മനസ്സിലാക്കാൻ. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ, മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് ഇത് കയറാൻ പെട്ടെന്നുണ്ട്. വളരെ ലളിതമായ വിഷയമാണ്. പക്ഷെ അധിക പേരും ഈ ഖദറിന്റെ വിഷയത്തിൽ തർക്കിച്ചിട്ട് ദലാലത്തേക്ക് എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. യതകല്ലമൂന ഫിൽ ഖദരി, അവർ ഖദറിന്റെ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ കുറിച്ച് പറഞ്ഞത് റുമ്മാൻ പോലെ ചുവന്നു, റുമ്മാൻ പഴം പോലെ ആയി തീർന്നു. എന്താ റുമ്മാൻ? അതിന്റെ കളർ പോലെ ആയി തീർന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം. എന്താ കാരണം? മിനൽ ഗളബി, ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട്. ഫഖാല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മാലക്കും തദ്രിബൂന കിതാബല്ലാഹി ബഅലഹു ബിബഅലിൻ, നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് അടിച്ചു കളിക്കുകയാണോ? തർക്കത്തിന്റെ വിഷയത്തിൽ വരുന്നതാണിത്. അല്ലാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് ആയത്തെടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിക്കണം. ബിഹാദ അഹലക മൻ കാന ഖബ്ലകും, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിച്ചു പോയത്. അപ്പൊ അത് ചിലപ്പോ ഖുർആനും ഹദീസും പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ബുദ്ധിക്ക് യോജിച്ചോളണമെന്നില്ല. അത് നമ്മുടെ ബുദ്ധിന്റെ പരിമിതിയാണ്. അത് പറഞ്ഞാൽ വഹീന്റെ പ്രശ്നമല്ല. നമ്മുടെ ബുദ്ധിക്ക് തകരാറുണ്ടെന്നുള്ളത് വിശ്വസിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തേൻ കൊടുത്ത സംഭവം, അവിടെ സ്വദഖല്ലാഹ് വകദബ ബത്നു അഖീഖ്, അതാണ് നബി പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞത് സത്യം, നിന്റെ സഹോദരന്റെ വയറ് അതിനെ കളവാക്കിയതാണ്. നമ്മളെ ബുദ്ധിക്ക് തകരാറുണ്ടെന്നുള്ളത് വിശ്വസിക്കുക. നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഇപ്പൊ നമ്മുടെ ബുദ്ധി എന്തൊക്കെ ഈ പറയുന്ന ആൾക്കാരുടെ ബുദ്ധി എന്താ? കേവലം 7ാം ക്ലാസ് കൂടി പാസ്സായിട്ടുണ്ടാവില്ല. അറബി അക്ഷരം അറക്കത്തിട്ടാതെ വായിക്കാൻ പറഞ്ഞാൽ വായിക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഈ ഖദറിന്റെ വിഷയത്തിൽ പോലും തർക്കിക്കുന്നത്. അപ്പൊ ഇത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രത്യേകം വന്നിട്ടുള്ള പരാമർശമാണ്. ഖദറിന്റെ കാര്യത്തിൽ തർക്കിക്കരുത് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള. ഇനി ഖദറിനെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട ചില കാര്യങ്ങൾ, അതിന്റെ മറാത്തിബുകളെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടി അതിന്റെ അർത്ഥം നോക്കിക്കോ. വമിനസ്സുന്നത്തിൽ ലാസിമ, അനിവാര്യമായും ഉണ്ടാവേണ്ട സുന്നത്തിൽപ്പെട്ടതാണ്, അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് അതിനൊന്ന് വിശദീകരിക്കണം. അവിടെ അനിവാര്യം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞത് എന്താ? അല്ലത്തി മൻ തറക മിൻഹാ ഖസ്ലതൻ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, ലം യഖ്ബൽഹാ വയുമിൻ ബിഹാ, അതിലവൻ വിശ്വസിച്ചില്ല, അതവൻ സ്വീകരിച്ചില്ല. ഏതെങ്കിലും ഒരു കാര്യം എന്നാ പറഞ്ഞ്, മൊത്തത്തിലല്ല. ലം യകും മിൻ അഹ്ലിഹ, അവൻ അതിന്റെ അഹ്ലുകാരിൽ പെട്ടവനല്ല എന്നാ. ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അവന്റെ അഹ്ലുകാരിൽ പെട്ടവനല്ല. ഏതെങ്കിലും ഒരു കാര്യം, അതാ പറഞ്ഞു, ഏതെങ്കിലും ഒരു കാര്യം, അത് എന്ത് പറഞ്ഞിട്ടാണെങ്കിലും, അൽ ഈമാനു ബിൽ ഖദരി, ആ കാര്യങ്ങളിൽ പെട്ടതാണ്. ഇനി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു വരികയാണ്, ഓരോന്ന്. അതിലൊന്ന് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദറിലുള്ള വിശ്വാസം, ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും. 2 രൂപത്തിലാണ് അത് മനുഷ്യന് സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെടുന്നത്. അത് രണ്ടാണെങ്കിൽ അതിൽ അവൻ വിശ്വസിക്കണം. വതസ്ദീഖു ബിൽ അഹാദീസ് ഫീഹി, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ തസ്ദീഖ് നടത്തണം, തസ്ദീഖ് ചെയ്യണം, സത്യപ്പെടുത്തണം. വൽ ഈമാനു ബിഹ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ വിശ്വസിക്കണം. ലാ യുഖാലു, പറയരുത്, ചോദിക്കരുത്. ലിമ, എന്തുകൊണ്ട് ചോദിക്കരുത്. വല, അതേപോലെ തന്നെ ചോദിക്കരുത്. കൈഫ്, അതെങ്ങനെ, അതും ചോദിക്കരുത്. അത് വന്ന പോലെ വിശ്വസിക്കുക. ഇന്നമാ ഹുവ തസ്ദീഖ്, അത് തസ്ദീഖ് മാത്രമാണ്. വൽ ഈമാനു ബിഹ, അത് വിശ്വാസം മാത്രമാണ്, വിശ്വസിക്കൽ മാത്രമാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. വിഷയങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ ഈമാനിൽ അടിയുറച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.